ഹലോ കുട്ടീസ്, അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ SCC ടീംസ് എല്ലാവരുടെയും ബർത്ത്ഡേക്കും ഇതേപോലെ ഗിഫ്റ്റ്സ് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ബർത്ത്ഡേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതാണ് കേട്ടോ ഇത്. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പ്രഷൻ ഇടാനും ഞാൻ നല്ലൊരു വാവ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ ലൈഫിൽ. ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ചായയും കടിയും കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മിനി മാഡത്തിൻ്റെ അടുത്തൊക്കെ കുറേ നേരം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ് കേട്ടോ. എവിടെയാണ് ഞാൻ ഒളിക്യാമറ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നത്. എൻ്റെ ഏതൊരു വീഡിയോക്കകത്ത് ഇവർ രണ്ടുപേരും എപ്പോഴും മാസ്ക് വെച്ചിട്ടുണ്ടായിരിക്കില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര അലർജിയുമാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് രാത്രി 8 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നേ. ദേ ഈ ഒരു മാങ്ങ കണ്ടോ, അടുത്തൂടെ തന്നെ പോയപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നേ. പക്ഷെ അതൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഇതേ കടയിൽ നിന്നാട്ടോ രാത്രിത്തൊക്കെ ഫുഡ് വാങ്ങിച്ചത്. അത് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ദോശ ഒരു പൊറോട്ട ആയിരുന്നു കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇതേ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് കൂട്ടിയിട്ടിരുന്നു. അതൊക്കെ ഒന്ന് കഴിവിട്ടുണ്ടായിരുന്നു. ദേ ഈ ഒരു സാധനം കണ്ടോ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിലും മുഖത്തോരോ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് കഴുകി കളയുമ്പോൾ അവിടെ എല്ലാം പറ്റിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ കറിവേപ്പിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാം നാശമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കത്തിൻ്റെ മൂടാണ് കേട്ടോ. പിന്നെ ഒരു വിധം ഞാൻ അവിടെ ഇവിടെയൊക്കെ അങ്ങ് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വാഷ് ബേസിനൊക്കെ കൊളമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നേ. കൂട്ടത്തിൽ മുഖവും കൂടെ കഴുകി ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉൾക്കാണ് ഇന്ന് തന്നെ അങ്ങ് നിർവഹിക്കാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ വെള്ളമാണ് ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നത്. പണ്ടാണെങ്കിൽ പല്ല് തേക്കാൻ ബ്രഷ് വാങ്ങുന്ന സമയത്ത് രാത്രി പല്ല് തേക്കാത്ത ഞാൻ അന്ന് രാത്രി പല്ല് തേക്കുമായിരുന്നു കേട്ടോ. എനിക്ക് അതാണ് ഇപ്പോൾ ഇവിടെ ഓർമ്മ വന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കിറ്റ്കാറ്റൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.